പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഹിന്ദു മത പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് കാരണമായി 3 കാര്യങ്ങൾ ഇപ്പം അടുത്ത് തന്നെ സംഭവിക്കുകയുണ്ടായി. അതിലൊന്നാണ് അയ്യപ്പ സംഗമം. മറ്റൊന്ന് അമൃതാനന്ദമയിക്ക് സർക്കാർ കൊടുത്തിട്ടുള്ള ആദരവും അത് നൽകാൻ പോയിട്ടുള്ള മന്ത്രി സജി ചെറിയാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും, അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ളത് ദുർഗാഷ്ടമിക്ക് സർക്കാർ അവധി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അടിക്കടി 3 ഹിന്ദുമത പ്രീണനപരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്തിരിക്കുന്നു. ഇത് വലിയ വിമർശനം വലതുപക്ഷത്തിൽ നിന്ന് മാത്രമല്ല, ഇടതുപക്ഷ സഹായാത്രികരായിട്ടുള്ള ആളുകളിൽ നിന്നും സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ന് ഈ ദുർഗാഷ്ടമിക്ക് ഇന്നലെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്, ഇന്നലെ അവധി കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ അദ്ദേഹം കേരളത്തിൽ കുറേ കാലമായി കൊടുത്തിട്ടുള്ള അവധികളുടെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ട്. അതിൽ ദുർഗാഷ്ടമിക്ക് ലീവ് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് 1976 അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ സമയത്ത് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ പെസഹ വ്യാഴാഴ്ചയും അവധി പട്ടികയിൽ നിന്ന് നിർത്തലാക്കിയത്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ന്യായം മതപരമായ ഇത്തരം അവധികൾ, കഴിയുന്നിടത്തോളം അവധികൾ കുറച്ചു കൊണ്ടുവരണം, മതപരമായ ഇത്തരം അവധികൾ ആവശ്യമില്ലാത്തതാണെന്നാണ്. അങ്ങനെ ദുർഗാഷ്ടമിക്ക് അവധി ഒഴിവാക്കി. അക്കാലത്ത് അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് സാധാരണ എതിർപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടായില്ല. പിന്നീട് ഓരോ ഗവൺമെൻറ് വന്നപ്പോഴും ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പുരോഗമന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്നാണ്. എന്താണ് ആ തന്ത്രം? അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദു വോട്ടുകൾ BJPക്ക് പോകുന്നുണ്ട്, CPMന് കിട്ടേണ്ട ഹിന്ദു വോട്ടുകൾ BJPക്ക് പോകുന്നു. അപ്പോൾ അതിന് എന്താണ് ഒരു പരിഹാരം? അതിന് പാർട്ടിയുടെ ബുദ്ധിശാലയിൽ രൂപപ്പെട്ട ഒരു തന്ത്രമാണ് ഹിന്ദുക്കളെ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതിന് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കൊക്കെ പൈതൃകത്തിൻ്റെ പേരിലൊക്കെ ഫണ്ട് കൊടുത്തുകൊണ്ട് തീർത്ഥാടന ടൂറിസം വികസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് അമൃതാനന്ദമയി എന്ന ആൾദൈവത്തെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും മധുരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇപ്പോഴിതാ ദുർഗാഷ്ടമിക്ക് ലീവ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഹിന്ദുക്കളെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ പാർട്ടിയോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അടുപ്പിച്ച് നിർത്തുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചില തന്ത്രങ്ങൾ. ഇങ്ങനെയാണ് വോട്ട് ബാങ്ക് സംരക്ഷിക്കുക, എന്നാലേ തുടർഭരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വടകരയിൽ തോറ്റതും കണ്ണൂരിൽ തന്നെ പാർട്ടിയുടെ ഗ്രാമങ്ങളെന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ചടി ഉണ്ടായതൊക്കെയാണ് അഡ്വക്കേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണിത്. ഇപ്പോൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം തൊട്ടിട്ട് ഉള്ള കാര്യങ്ങളാണല്ലോ. അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? വനിതാ മതിലൊക്കെ സൃഷ്ടിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ അഭിപ്രായം മാറ്റില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞു, നമ്മൾ കണ്ടതാണ്. ശബരിമലയിലെ സ്ത്രീകൾ ഇപ്പോൾ പ്രവേശിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും ഇടുന്നില്ല, വേണമെങ്കിൽ അതിന് എതിർ സത്യവാങ്മൂലം കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹിന്ദു വോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഇതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹിന്ദു വോട്ട് പോകുന്നത് ഹിന്ദുക്കളിലുള്ള അസംതൃപ്തി, എന്ത് അസംതൃപ്തി? അവർക്ക് ക്ഷേത്രമില്ലാത്തതുകൊണ്ടോ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്നതുകൊണ്ടോ അല്ല. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ഈ സർക്കാർ എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിലധികം പരിഗണന കൊടുക്കുന്നു, ന്യൂനപക്ഷ സംരക്ഷണം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരുടെ മതസംഘടനകൾ ആവശ്യപ്പെട്ടാൽ പല കാര്യങ്ങളും സർക്കാർ അതിനനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇവരവിടെ തടസ്സം നിന്നു. സമസ്ത തുടങ്ങിയിട്ടുള്ള സംഘടനകൾ, മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം സമുദായത്തിന് തൃപ്തിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ വേണ്ടെന്ന് വരും. എന്നാൽ ഹിന്ദുക്കളുടേതാണെങ്കിലോ അതിന് നിയമം നടപ്പാക്കാൻ വലിയ ജാഗ്രതയായി. ഇപ്പോൾ ശബരിമല വിധി തന്നെ നോക്കൂ, സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടനെ തന്നെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് മുസ്ലിങ്ങളുടേതാണെങ്കിൽ നടപ്പാക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പ്രീണനം നടത്തുന്ന സർക്കാരാണ് ഇത് എന്നുള്ളൊരു ധാരണ. അപ്പം പാലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നാടെമ്പാടും നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അതുപോലെ CAA വന്നപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന്, അതിനെ എതിർക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കാനല്ല എതിർക്കുന്നതിന് വേണ്ടി, മുത്തലാഖിന് വേണ്ടി നിരോധിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നപ്പോൾ അത് എതിർത്തു. അതിൽ പർദ്ദ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ ഒപ്പം നിന്നു. പല കാര്യങ്ങളും മുസ്ലിങ്ങളിൽ തന്നെ പരിഷ്കരണം വരുത്തുന്ന കാര്യങ്ങൾക്ക് പോലും ഇവിടെയുള്ള മതസംഘടന പീഡിപ്പിക്കുന്നതിന് വേണ്ടി, മുസ്ലിം മതസംഘടന പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാരും പാർട്ടിയും ഒക്കെ അവരുടെ കൂടെ നിന്നു. അവരുടെ അനാവശ്യ കാര്യങ്ങൾക്ക് പോലും മതപൗരത്വത്തിന് വഴങ്ങിക്കൊണ്ട് അവരുടെ കൂടെ നിന്നു. അപ്പോൾ മുസ്ലിം പ്രീണനത്തിനോടുള്ള എതിർപ്പാണ് ഹിന്ദുക്കളിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഹിന്ദുക്കളെ വിശ്വാസപരമായി പീഡിപ്പിച്ചത് കൊണ്ടൊന്നും ഇവരുടെ എതിർപ്പ് മാറില്ല. അത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്ത് വേണം അതിന് വെച്ചിട്ട് പിന്നെ BJP ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാ മതങ്ങളോടും ഒരേപോലുള്ള സമീപനമാണ് സർക്കാർ വേണ്ടത്. മതകാര്യങ്ങൾ സർക്കാർ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അയ്യപ്പ സംഗമം തന്നെ നടത്തിയത് ദേവസ്വം ബോർഡ് നടത്തുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടാണ് അത് നടത്തിയത്. അങ്ങനെ വരുമ്പോൾ BJP ചെയ്യുന്ന പല കാര്യങ്ങളുടെ അതേമാതിരി പകർത്തുകയാണോ എന്ന സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതല്ലല്ലോ ഇടതുപക്ഷത്തു നിന്ന് സാധാരണ മതേതരവാദികളും ജനാധിപത്യവാദികളും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ തരത്തിലുള്ള അടവുകൾ പ്രയോഗിക്കുന്നത്, അതായത് മതങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു നിലപാടിനോട് ഒരു പുരോഗമനവാദി എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അവധികളെക്കുറിച്ച് EMS പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. EMS പറഞ്ഞത് എന്താണ്? ഈ പൊതു അവധികൾ കഴിയുന്നിടത്തോളം വെട്ടിക്കുറയ്ക്കണം. മതപരമായ അവധികൾ കഴിയുന്നിടത്തോളം കുറച്ച് കൊണ്ടുവരണം. അതിനു വേണ്ട അവധികൾ ആഘോഷിക്കാൻ, മതപരമായ ആഘോഷങ്ങൾക്ക് വേണ്ടി അതാത് മതത്തിൽപ്പെട്ട ആളുകൾ അവർ ക്യാഷ് ലീവ് എടുക്കട്ടെ. അല്ലാതെ സർക്കാർ പൊതു അവധിയെ പ്രഖ്യാപിക്കരുത്. അങ്ങനെ അവിടെ ജോലി ചെയ്യാൻ ദിവസങ്ങളുണ്ടാവില്ല. അതാണ് EMS പറഞ്ഞത്. അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞൊരു അഭിപ്രായമാണ്. അത് പാർട്ടി അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ EMS പറഞ്ഞ പല കാര്യങ്ങളും പാർട്ടി ഇപ്പോൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഏക സിവിൽ കോഡിൻ്റെ ഒക്കെ കാര്യത്തിൽ. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.